അജ്ഞാനമായുള്ളതൊക്കെ കളയണം, വിജ്ഞാനമെന്നുള്ളിൽ വർദ്ധിക്കണം. ആജ്ഞാപിച്ചിടണം നല്ല വഴിക്കെന്നെ, നിത്യം ഗുരുപദം കുമ്പിടുന്നേൻ. ആനന്ദം നൽകുന്ന പാദരേണുക്കളാൽ മാനസമായൊരു ദർപ്പണത്തിൽ മാലിന്യം പോക്കിട്ടു നന്മ വരുത്തണം, നിത്യം ഗുരുപദം കുമ്പിടുന്നേൻ. ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടല്ല, നിശ്ചയിച്ചോർക്കുമ്പോളൊന്നു തന്നെ. ഈശ്വര എന്നു വണങ്ങുന്നേനെപ്പോഴും, നിത്യം ഗുരുപദം കുമ്പിടുന്നേൻ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയും തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഗുരു പൂർണിമ. അപ്പോൾ നമുക്കറിയാം, നമുക്കൊക്കെ നമ്മുടെ ഗുരുക്കന്മാർക്ക് ഒരു നന്ദി പറയാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഗുരു പൂർണിമ. എല്ലാവരുടെ ജീവിതത്തിലും ഗുരുക്കന്മാർ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വ്യാസപൂർണിമ അല്ലെങ്കിൽ ബുദ്ധപൂർണിമ, ഗുരുപൂർണിമ എന്നൊക്കെയുള്ള പേരിൽ ഇതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദു മതത്തിൽ പൊതുവെ വേദവ്യാസ മഹർഷീനെയാണ് നമ്മൾ ഈ ദിവസം നമ്മൾ ആരാധിക്കുക. അതേപോലെ ബുദ്ധമത വിശ്വാസികളാണെങ്കിൽ അവർ ബുദ്ധ ഭഗവാനെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഈ ഒരു ഗുരുപൂർണിമ ദിവസം ഗുരുക്കന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒരു നന്ദി അല്ലെങ്കിൽ നമ്മുടെ ഒരു കടപ്പാട് എന്നൊക്കെ നമുക്ക് പറയാം, അത് പല രീതിയിൽ നമ്മൾ രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ പുരാണങ്ങളിലാണെങ്കിലും ഉപനിഷത്തിലാണെങ്കിലും ഒക്കെ ഗുരു എന്നുള്ള സങ്കല്പത്തിന് വളരെയധികം ഒരു മഹത്വം നമ്മൾ കൊടുത്തിട്ടുണ്ട് പണ്ട് മുതൽ തന്നെ. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞ ശരിക്കും വാക്ക് അല്ലെങ്കിൽ ഗുരു എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാണ് നമുക്കറിയാലേ. നമ്മുടെയൊക്കെ ശരിക്കത്തെ നമുക്ക് ഗുരു എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഗുരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവാൻ തന്നെയാണ് അല്ലേ. കാരണം ഭഗവാന്റെ മക്കളായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. ഭഗവാനാണ് നമ്മളെ കുറേ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആദ്യം തന്നെ. അപ്പോൾ ഭഗവാനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഗുരു ആയിട്ട് നമ്മൾ ആദ്യം കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം, അർജുനൻ ശരിക്കും ഭഗവാൻ ആ ഒരു ശ്രീകൃഷ്ണനെ, ഭഗവാൻ കൃഷ്ണനെ തൻ്റെ ഗുരുവായിട്ട്, ആധ്യാത്മിക ഗുരുവായിട്ട് കണ്ടുകൊണ്ടാണ് അങ്ങനെ അത്രയും ആ ഒരു സറണ്ടർ മോഡിൽ നിന്ന സമയത്താണ് ഭഗവാൻ ആ ഒരു അർജുനന് വേണ്ടിയിട്ട് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. അപ്പം നമുക്കൊക്കെ ഭഗവാൻ തന്നിരിക്കുന്നത് ആ അർജുനൻ്റേതായ ഒരു സ്ഥാനം തന്നെയാണ്. ഭഗവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വഴിതെറ്റി പോണ സമയത്ത് നമുക്ക് പലതരത്തിലുള്ള മെസ്സേജുകൾ അർജുനന് കൊടുത്ത പോലെ തന്നെ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ അത് കേൾക്കാൻ നമ്മുടെ ആത്മാവ് സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോഴാണ് നമുക്കത് ആ മെസ്സേജ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഭഗവാനെ കേൾക്കാൻ നമുക്ക് പറ്റണം. അപ്പം നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ഭൗതിക ലോകത്തിൽ നമ്മൾ ഇവിടുത്തെ ഒരു അന്ധകാരത്തിൽ പെട്ടിട്ടാണ് നമ്മൾ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു അന്ധകാരത്തിൽ നിന്ന് നമുക്ക് പ്രകാശം തരുന്നത് ആരാണോ അയാളാണ് നമ്മുടെ യഥാർത്ഥനായ ഗുരു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ സംസ്കൃതത്തിൽ 2 വാക്കുകൾ ചേർന്നിട്ടാണ്. ഗു എന്നുള്ള വാക്കിന് അന്ധകാരം എന്നും രു എന്നുള്ള വാക്കിന് ഇല്ലാതാക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഗുരു എന്ന് പറയുമ്പോൾ അന്ധകാരത്തെ ഇല്ലാതാക്കണ ആൾ എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള ഇരുട്ടെന്ന് പറയുമ്പോൾ നമ്മൾ വഴിതെറ്റി പോകാമെന്ന് പറയും. നമ്മൾ ശരിയായ ദിശയിലൂടെ അല്ലാതെ നീങ്ങുന്ന സമയത്താണ് നമുക്കൊരു ഗുരുവിൻ്റെ ആവശ്യം നമുക്ക് വരിക. അപ്പോൾ എപ്പോഴാണ് നമുക്കൊരു ഗുരു നമുക്ക് കിട്ടുക? നമ്മൾ ഗുരുവിനെ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അന്ധകാരത്തിൽ പോണ സമയത്ത്, നമ്മൾ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഭഗവാനോട് നമ്മൾ പറയുന്ന സമയത്ത് ആ ഒരു ഭഗവാന്റെ പ്രതിരൂപം അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധി എന്നുള്ളൊരു രൂപത്തിൽ നമുക്ക് ആധ്യാത്മിക ജ്ഞാനം പകർന്നു തരാനായിട്ടാണ് നമ്മുടെ ഗുരു നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. അപ്പോൾ അത് എല്ലാവരുടെയും ജീവിതത്തിൽ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അവിടെയും ഭഗവാനാണ് എല്ലാം തീരുമാനിക്കുക. ആർക്കാണ് അങ്ങനെ ഒരു ഗുരുവിനെ വേണ്ടത്, അവരുടെ ജീവിതത്തിലേക്ക് ആ ഗുരു തനിയെ വരിക ചെയ്യുക. നമ്മൾ ഗുരുവിനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല. അപ്പോൾ
നമുക്കറിയാം നമുക്കൊക്കെ പലതരത്തിലുള്ള ഗുരുക്കന്മാർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഭഗവാനാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറഞ്ഞു. അതുകൂടാതെ നമ്മൾ നമ്മുടെ വലിയൊരു ഗുരുവാണ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സമയത്ത് എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുക ശരിയായിട്ടല്ല അല്ലേ, പല പല തെറ്റുകൾ നമ്മൾ ചെയ്യും. അപ്പോൾ ആ തെറ്റെന്ന് നമ്മൾ പിന്നെ മനസ്സിലാക്കുകയാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്, ഇനി അടുത്തത് എനിക്ക് ശരി ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കി അവിടുന്ന് പോവുക. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഒരു ഗുരുവായിട്ട് നമുക്ക് കാണാം. അതുപോലെ നമ്മുടെ മാതാപിതാക്കളെ നമുക്കറിയാം, അവർ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അവർ നമ്മുടെ ഗുരുക്കന്മാർ തന്നെയാണ്. അപ്പോൾ അതുകൂടാതെ നമുക്കറിയാം, നമുക്ക് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും നമ്മുടെ ജീവിതത്തിനെ മുന്നിലേക്ക് കൊണ്ടുപോകാനും നമുക്കൊരു ജോലി സമ്പാദിക്കാനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന അധ്യാപകരെ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ടീച്ചറും നമ്മൾ പറയും, ടീച്ചർ എന്ന് പറയും അല്ലേ, ടീച്ചർ ഗുരു എന്നുള്ളതിൻ്റെ ഒരു വ്യത്യാസം എന്താണ്? ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും അധ്യാപിക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഭൗതിക ലോകത്തിൽ, നമ്മുടെ ഈ ഒരു ഭൗതിക ലോകത്തിൽ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് ആ നേട്ടത്തിലേക്ക് നമ്മളെ നയിക്കാനാണ് അവർ നമുക്ക് പഠിപ്പിച്ചു തരിക. അതായത് ഇപ്പം നമ്മൾ സ്കൂളും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് എന്ത് ജോലി നമുക്ക് വേണം, എന്ത് ചെയ്താലാണ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഞാൻ എന്താണ് പഠിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്കൊരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള ഒരു ആൾ പറഞ്ഞു തരിക. പക്ഷേ ഗുരു എന്ന് പറയുന്ന സമയത്ത് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഗുരു നമ്മുടെ ആത്മാവിനെ അറിഞ്ഞ ആളായിരിക്കും. അതായത് നമുക്ക് ആത്മസാക്ഷാത്കാരം, നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതാണ് നമുക്കൊരു യഥാർത്ഥ ഗുരു പറഞ്ഞു തരാം. അതായത് ആ ഗുരു എന്ന് പറയുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള ഒരു രൂപത്തിലാണ് നമ്മുടെ മുന്നിലെത്തുക. അപ്പോൾ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ആത്മാവിനെ അറിഞ്ഞ ഒരാളായിരിക്കും യഥാർത്ഥനായ നമ്മുടെ ഗുരു. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവ് ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് എന്ത് കാര്യത്തിനാണോ, എന്ത് പർപ്പസിനാണോ, എന്ത് ലക്ഷ്യത്തിനാണോ അവിടേക്ക് ഈ ഗുരു നമ്മളെ നയിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ഒരുപാട് ജന്മങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവിൽ നിറഞ്ഞിട്ടുള്ള ആ ഒരു ഇരുട്ടിനെ, അന്ധകാരത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള കാമം, ക്രോധം, മോഹം, ലോഭം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കളഞ്ഞ് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് നമുക്ക് ഭഗവാനിലേക്ക് എത്താനും നമുക്ക് ആ ഒരു മോക്ഷം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാനുമായിരിക്കും നമ്മുടെ ഒരു ഗുരു നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുക. അപ്പോൾ ആ ഗുരു ചില സമയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ല. ചില സമയത്ത് സൈലൻ്റായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഗുരു ഏത് മാർഗ്ഗമാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്, നമ്മുടെ ആത്മാവിന് എന്താണ് വേണ്ടതെന്നുള്ള ആ ഗുരുവിന് അറിയും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ആ ഗുരു പ്രവർത്തിക്കുക. അതാണ് ഒരു ശരിക്കും ടീച്ചറും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം. ഗുരു എപ്പോഴും നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുകയെങ്കിൽ അധ്യാപകൻ എപ്പോഴും നമ്മുടെ ഭൗതിക ലോകത്തിലെ കാര്യങ്ങൾ നമുക്ക് നേടിത്തരാൻ നമുക്ക് ശ്രമിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം എല്ലാം നമ്മൾ ഈ ഒരു ഭൗതിക ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് എല്ലാം നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ആത്മീയമായ കാര്യങ്ങളും നമുക്ക് ഭൗതികമായ കാര്യങ്ങളും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരും ഏതൊരാളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ആൾക്കാരും ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് പല പല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആത്മാവിൻ്റെ ലക്ഷ്യം തന്നെ, നമ്മൾ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് തന്നെ നമുക്ക് പാഠങ്ങൾ പഠിച്ച് നമ്മൾ എന്താണോ ആ പാഠം പഠിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പഠിച്ച് നമ്മൾ തിരിച്ച് നമ്മൾ ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളൊരു ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ ആൾക്കാരും നമ്മളെ പല പല പാഠങ്ങൾ ദിവസവും നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസം നമ്മൾ നോക്കി അറിയാം, നമുക്ക് നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ ആൾക്കാരും നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എല്ലാ ആൾക്കാരും നമ്മുടെ ഒരു ഗുരു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാവരും നമ്മുടെ ഗുരുക്കന്മാർ തന്നെയാണ്. നമ്മൾ പരസ്പരം ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഗുരുക്കന്മാരാവുന്നുണ്ട്. അതുകൂടാതെ പ്രകൃതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഓരോ ജീവജാലങ്ങളും നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം സൂര്യൻ ഉദിക്കുന്നുണ്ട്, അവിടെ നമുക്ക് എല്ലാ ദിവസവും വെളിച്ചം അല്ലേ, ഒരുപാട് ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ഒരുപാട് വെളിച്ചം നമുക്ക് തരുന്ന ആളാണ്. നമ്മുടെ ഉള്ളിൽ നമുക്കും ആ ഒരു വെളിച്ചം നമ്മൾ പകർന്നു കൊടുക്കണമെന്ന് നമുക്കതെന്ന് വേണമെങ്കിൽ പഠിക്കാം. അതുകൂടാതെ നമുക്കറിയാം മരങ്ങളും ചെടികളൊക്കെ അവരെ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അവരൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാ ദിവസവും നമുക്ക്
ഓക്സിജൻ സുലഭമായി നമുക്ക് തരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് പലതരത്തിലുള്ള പഴങ്ങൾ, പച്ചക്കറികളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, അവരുടെ ഒരു അൺകണ്ടീഷണൽ ലവ്. അതായത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും അവർ നമുക്കതൊക്കെ നമുക്ക് വേണ്ടി തരുന്നുണ്ട്. അപ്പം നമ്മളും ശരിക്കും നമ്മളൊരു കർമ്മത്തിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യാൻ വേണ്ടി അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടാതെ ഓരോ ജീവജാലങ്ങൾ നമുക്ക് നോക്കിയാൽ, പരുന്തിനെ നോക്കിയാൽ അറിയാം. പരുന്ത് മഴ വരുന്ന സമയത്ത് എല്ലാ പക്ഷികളും കൂട്ടിലേക്ക് പോണ സമയത്ത് പരുന്ത് മേഘത്തിൻ്റെ മേലെ പറക്കാനാണ് ശ്രമിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അതിനെയൊക്കെ മറികടന്ന് നമ്മൾ മുകളിലേക്ക് പോകണം എന്നുള്ളത് പരുന്ത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കാത്തവരായിട്ട് ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. പ്രപഞ്ചനാഥൻ തുടങ്ങി, അതായത് നമ്മുടെ സാക്ഷാൽ ഭഗവാൻ തുടങ്ങി ഓരോ ചെറിയ ജീവജാലങ്ങൾ വരെ, ഉറുമ്പ് വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഉറുമ്പ് നമ്മളെ എന്താ പഠിപ്പിക്കുക, ഗ്രൂപ്പ് വർക്ക്. എപ്പോഴും അവർ ഗ്രൂപ്പായിട്ടാണ് പോവുക. അപ്പോൾ ആ ഉറുമ്പ് നമ്മളെ അങ്ങനെ ഗ്രൂപ്പ് വർക്കിൻ്റെ ഒരു മാഹാത്മ്യം, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് പറ്റില്ല, നമുക്കൊരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അത് നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. അതുകൂടാതെ ഉറുമ്പ് ശേഖരിച്ച് വെക്കും അതിൻ്റെ കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു സമ്പാദ്യം എല്ലാം നമ്മൾ ഇന്ന് പറഞ്ഞ് നമ്മൾ കളയണതിന് പകരം നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കരുതെന്ന് പറയുമെങ്കിൽ പോലും നമ്മൾ കുഞ്ഞ് ചെറിയ സമ്പാദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്കൊരു പ്ലാനൊക്കെ നമ്മൾ ചെയ്ത് വെക്കണം. അത് നമുക്ക് ഉറുമ്പ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പൂമ്പാറ്റയെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പൂമ്പാറ്റ അത്രയും തന്നെ നമുക്കൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരു ജീവിയാണ് അല്ലേ. പക്ഷേ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാവും. പക്ഷേ അതിൻ്റെ ജീവിത ചക്രം നമുക്ക് എടുത്തറിയാം. എത്രമാത്രം വളരെ ഒരു പരിവർത്തനം കഴിഞ്ഞിട്ടാണ് പൂമ്പാറ്റയായിട്ട് രൂപാന്തരപ്പെടുക. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ ചില സമയത്ത് അങ്ങനെ ഒരു പരിവർത്തനത്തിൻ്റെ ഘട്ടം, അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്കുണ്ടാവും. ചില സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതായത് നമുക്ക് ഒരു ഐസൊലേഷൻ, നമുക്ക് ചില സമയത്ത് നമ്മളൊരു ഒറ്റപ്പെട്ട അവസ്ഥ, നമുക്ക് അങ്ങനെ പല പല സിറ്റുവേഷൻസ് കൂടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകും. പക്ഷേ അതിനൊക്കെ കടന്ന് നീങ്ങി വന്ന് ആരും കാണാതെ ഒളിച്ചിരുന്ന് ഓരോ കൊക്കൂണിൻ്റെ അകത്തൊക്കെ ഇരുന്ന് അവസാനമാണ് ആ പൂമ്പാറ്റ ഭംഗിയുള്ള ആ ഒരു ചിറകുകളൊക്കെ ഇട്ട് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കുക. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ ആണെങ്കിലും നമുക്കങ്ങനെ പല സിറ്റുവേഷൻസ് കൂടെ വന്നാലും അതിനൊക്കെ മറികടന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മൾ ഭഗവാനെ ആത്മാർത്ഥമായി നമ്മൾ വിശ്വസിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കും ആ ഒരു പൂമ്പാറ്റയെ പോലെ പറക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ആ പൂമ്പാറ്റ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും, ഓരോ ആൾക്കാരിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു ഗുരുപൂർണിമ ദിവസം നമ്മുടെ ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത്, എല്ലാവരും നമ്മുടെ ഗുരുക്കന്മാരാണ്. എല്ലാവരും നമ്മുടെ ഗുരുക്കന്മാരായിട്ട് നമ്മൾ കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഓരോ ഗുരുക്കന്മാർക്കും ഓരോ പാഠങ്ങൾ നമ്മൾ പഠിച്ചതിനൊക്കെ നമ്മൾ നന്ദി പറയുക, ഭഗവാനോട് നന്ദി പറയുക. നമ്മുടെ ജീവിതത്തിൽ ഇനിയും നമ്മൾ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗുരുപൂർണിമ ആശംസകൾ. അതുകൂടാതെ തന്നെ ഇന്നത്തെ ദിവസം പറഞ്ഞാൽ അത്രയും ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ദിവസമാണ്. നമ്മുടെ ജീവിതത്തിലെ എന്താഗ്രഹങ്ങളും നമുക്ക് പെട്ടെന്ന് സാധിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു ദിവസം കൂടിയാണ്. നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഒരു വൈബ്രേഷൻ, ഒരു എനർജി അത്രയും ഹൈ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഒരു നല്ല ദിവസം കൂടിയാണ്. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും എത്രയും വേഗം തന്നെ സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഓം ശ്രീ രാധേ കൃഷ്ണ.